496 ആളുകൾ ഒരേ സമയം കൈകൊണ്ട് വസ്ത്രങ്ങൾ കഴുകി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഡോബി ഘാട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ലോണ്ടറി എന്ന തൊഴിലിടം മാത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ കഥകളെയും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെയും നഗരത്തിന്റെ തിരക്കേറിയ ദിനചര്യകളെയും കൂട്ടിയിണക്കുന്ന വേറിട്ടൊരു ലോകമാണ്. മഹാലക്ഷ്മി ലോക്കൽ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി വളരെ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നാൽ തന്നെ ഡോബി ഘാട്ടിന്റെ മേൽക്കൂരകളും നിരനിരയായുള്ള അലക്കുകല്ലുകളും വെള്ളം നിറച്ച കുഴികളും കണ്ടു തുടങ്ങും. പലയിടങ്ങളിൽ നിന്നായി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ കഴുകി ഉണക്കി തേച്ച് തിരികെ കൊടുക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പഴയ ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വൃത്തിയാക്കി ഡൈ ചെയ്ത് വിൽക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ആദ്യകാലങ്ങളിൽ തുറസായ പാടങ്ങളിൽ തുണികൾ കഴുകി കാറ്റിലുണക്കിയിരുന്നു. നഗരത്തിന്റെ വളർച്ചയോടൊപ്പം ഡോബി കമ്മ്യൂണിറ്റിയും വളർന്നു. ഡോബികൾ അവരുടെ കുടുംബങ്ങളുമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് നഗരസഭയുടെയും ജലവിതരണ അതോറിറ്റിയുടെയും സഹായത്തോടെയാണ് ഇന്ന് കാണുന്ന ഒരു സെറ്റിൽമെന്റിലേക്ക് മാറിയത്. ഡോബി കമ്മ്യൂണിറ്റി ഇന്ന് കേവലം ഒരു ജീവിതമാർഗം മാത്രമല്ല, ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യം. ഇവിടെ നിന്ന് മടങ്ങുമ്പോഴും മനസ്സിൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇനിയൊരു തലമുറയ്ക്ക് ശേഷം ഡോബി ഘാട്ട് ഇതുപോലെ നിലനിൽക്കുമോ അതോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഡോബി ഘാട്ട് ഒരിക്കലും ഇല്ലാതാവില്ലെന്ന്. കാരണം ഇതൊരു സ്ഥലമല്ല, ഒരു സംസ്കാരമാണ്, ഒരു സമൂഹത്തിന്റെ ജീവചരിത്രമാണ്.